കൃപ, താങ്കൾ പറഞ്ഞതെല്ലാം നിരാകരിക്കുകയാണ് സനായിലെ സാമൂഹ്യ പ്രവർത്തകനായ സാമുവൽ ജെറോം. താങ്കളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇക്കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള തെളിവുകൾ നിമിഷപ്രിയ താങ്കൾക്ക് കൈമാറിയിരുന്നോ? അത്തരത്തിൽ ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും വിധത്തിലുള്ള തെളിവുകൾ കൃപയുടെ കയ്യിലുണ്ടോ? ഇപ്പോൾ സാമുവൽ ജെറോം പറയുന്നതനുസരിച്ച് ആ വിവാഹത്തിന്റെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ വിവാഹം നിമിഷപ്രിയയുടെ സമ്മതത്തോടു കൂടി നടന്നു എന്നാണ് സാമുവൽ ജെറോം പങ്കുവെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് എനിക്ക് പറയാനുള്ളത്, അന്ന് നിമിഷപ്രിയ എനിക്ക് ഈ പറയുന്ന സാമുവൽ സാർ പറയുന്ന ഡോക്യുമെന്റ് എനിക്കും അയച്ചു തന്നിരുന്നു. അപ്പൊ അവള് പറഞ്ഞത് നിർബന്ധിച്ച് ടോർച്ചറിങ് ഉള്ളതാണ്. ഞാൻ പറഞ്ഞു അന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ കല്യാണം കഴിപ്പിച്ചു എന്ന് പറയുന്നു. കല്യാണം കഴിപ്പിക്കുന്ന അവരുടെ ഇതില് നമ്മള് ഹാൻഡ് കൊടുത്താണ് അവര് എന്തോ പ്രയർ ചെയ്തിട്ടാണ് ഇസ്ലാം സഹോദരങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അവള് പറഞ്ഞു നിർബന്ധിച്ച് എവിടെയോ ഒപ്പിടിച്ചു. പിന്നെ അവൾക്ക് ഡൗട്ടായിട്ട് അവളത് സെർച്ച് തുടങ്ങിയത് എന്താണെന്ന് അറിയാം. ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട്. പുതിയ ഒരു സംസ്കാര ഭാഷ പഠിച്ചെടുക്കാൻ എന്താണെന്ന് അറിയാതെ പെട്ടുപോയി കിടക്കുന്ന ഒരവസ്ഥ. അതിൽ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഒരാളെ കൊല്ലുമെന്ന് ഭീഷണി വന്നു കഴിഞ്ഞാൽ ആരായാലും ചെയ്തു പോകുന്ന ഒരു ഒപ്പിന് വില ഇത്രയുണ്ടെന്ന് ഉള്ളത് അറിയാൻ പാടില്ലായിരിക്കും എന്നാണ് എന്റെ ഒരു കാരണവശാലും ഒരു കുട്ടി ഭർത്താവ് ഇരിക്കില്ല വേറൊരു പുരുഷനെ ആഗ്രഹിക്കുകയോ അങ്ങനെ പോകാൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് ഒരു കുഞ്ഞു മോളും ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനോട് ഒരു യോജിപ്പില്ല. കാരണം ആ കുട്ടി എനിക്ക് അത് കാണിച്ചു തന്നു, നിർബന്ധിച്ചാണ് എവിടെയൊക്കെ ഒപ്പിടിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കൃപ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. കൃപയുടെ ബോധ്യം എന്ന് പറയുന്നത് നിമിഷപ്രിയ പങ്കുവെച്ച എന്ന് പറയുന്ന ചില കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇപ്പോൾ വലിയ ഇടപെടലുകൾ നടക്കുന്നുണ്ട് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ തന്നെ വധശിക്ഷ ഒന്ന് മാറ്റിവെച്ചു എന്നതേ ഉള്ളൂ, അത് റദ്ദാക്കാനായിട്ടില്ല. നമുക്കറിയാം യമനിലേക്ക് ഒരു സാഹചര്യം വളരെ ഡിഫറൻ്റ് ആണ്. ഒരു സർക്കാർ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരില്ല, അങ്ങനെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയില്ല, ഹൂതി വിമതരുടെ ഒരു രാജ്യമാണ് അത്. അവിടെ നിയതമായ നിയമങ്ങൾ തന്നെയില്ല എന്ന് വേണം പറയാൻ. എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന മധ്യസ്ഥ ശ്രമങ്ങളെ താങ്കൾ നോക്കിക്കാണുന്നത്? നീലിമ, ഇതില് ഏറ്റവും അടിസ്ഥാനപരമായി നാം കാണേണ്ടത് ഈ മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ തന്നെ നിമിഷയുടെ മോചനത്തിന് വഴിവെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക എന്നുള്ളൊരു സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ ഇടപെടലുകൾ അല്പകാലത്തേക്ക് ഇപ്പോ വധശിക്ഷ മാറ്റിവെക്കപ്പെട്ടു. സ്വാഭാവികമായി എന്നെ പോലുള്ള ആളുകൾ വധശിക്ഷയെ ഒരു രാജ്യത്തും നടപ്പിലാക്കാൻ പാടില്ല എന്ന് കരുതുന്നവരും അതിനുവേണ്ടി വർത്തമാനം പറയുന്ന ആളുകളുമുണ്ട്. വധശിക്ഷ ഒന്നിന്റെയും പരിഹാരമല്ല എന്നുള്ളതാണ്. ഇതില് നിമിഷപ്രിയയുടെ സംബന്ധിച്ച് വന്നിട്ടുള്ള കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുകയും അതിൽ വന്നിട്ടുള്ള തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ വേണം നമുക്കിപ്പോ കരുതാൻ. കാരണം ഇപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ കേരളത്തിൽ നടക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളും അതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങളും ഒക്കെ നടക്കുന്ന ഇടപെടലുകളും വർത്തമാനങ്ങളും വളരെ കൃത്യമായി തലാലിന്റെ കുടുംബം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇന്ന് തലാലിന്റെ സഹോദരൻ BBC-ക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അത് വലിയ അപകടം പിടിച്ച ഒരു സാഹചര്യത്തിലേക്ക് വിരൽ ചൂണ്ടും. അവരിപ്പോഴും ഈ ദയാമണി വാങ്ങിക്കൊണ്ട് ഒരു തരത്തിലും ഈ കേസ് സെറ്റിൽ ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല. കാരണം തലാലിന്റെ കുടുംബം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശ്രീ സാമുവൽ ജെറോമിനൊക്കെ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി അറിയാൻ കഴിയും. അവർ വലിയ അത്യാവശ്യം സമ്പന്നരായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്. അവരുടെ കുടുംബത്തിൽ ഒരു അംഗം നഷ്ടപ്പെട്ടതിന്റെ വേദന അവർക്ക് ഒരു തരത്തിലും അതിലേത് സാഹചര്യത്തിലാണെങ്കിലും അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നൽ തന്നെയാണ് എനിക്കുള്ളത്. അത് തന്നെയായിരിക്കും ഏതൊരു മനുഷ്യനാണെങ്കിലും ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ ആ സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഇപ്പോ ആദരണീയനായ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഒക്കെ സജീവമായ ഇടപെടൽ കൊണ്ടൊന്ന് നീട്ടിവെക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ അത് നീട്ടിവെക്കുന്നത് മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യ ഗവൺമെന്റിന്റെയും സംയുക്തമായി നടത്തുന്ന എല്ലാ ഇടപെടലുകളും നിരവധി ലോകത്താകമാനമുള്ള നിരവധി സാമൂഹ്യ പ്രവർത്തകർ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷെ ഒരുപക്ഷെ ആ പ്രതീക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് നിമിഷപ്രിയക്ക് ജീവൻ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ ഉള്ള ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. കാര്യം ഇസ്ലാമിക നിയമം അനുസരിച്ചും ഊദികളെ സംബന്ധിച്ച് അവിടുത്തെ ശരീഅത്ത് നിയമം അനുസരിച്ചും ഒരുപക്ഷെ അവർക്ക് വധശിക്ഷ മാറ്റിവെക്കാൻ കഴിയും. പക്ഷെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഒരുപക്ഷെ ജയിൽ ശിക്ഷ ഒഴിവാക്കി പോയാൽ പോലും
അത് ഒരു കുറ്റവാളിയാണെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടായേ മതിയാകൂ എന്നുള്ളത് കരുതുന്നു. എനിക്ക് തോന്നുന്നു ശ്രീ സാമുവൽ ജെറോമിന് എന്തോ പറയണമെന്ന് കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുന്നു. അദ്ദേഹത്തോട് ആ കാര്യം ചോദിക്കുന്നതിനോട് ഞാൻ വഴങ്ങുകയാണ്.